ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ദേവസ്വം മന്ത്രി കെ മുരളീധരനും കൈകോർത്തുകൊണ്ട് അമ്പലക്കള്ളന്മാരെ ഒന്നൊഴിയാതെ തൂക്കിയെടുക്കാൻ പോവുകയാണ്. അതായത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ 10 വർഷക്കാലത്തെ ഭരണത്തിൽ ഏറ്റവുമധികം സംരക്ഷണം കിട്ടിയത് ക്ഷേത്രങ്ങളും അവിടുത്തെ അമൂല്യ വസ്തുക്കളും കൊള്ളയടിക്കുന്നവർക്കാണ് എന്നുള്ളതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. നമുക്കറിയാം, ശബരിമലയെ സർവ്വതും കൈക്കലാക്കിയത് ആരാണെന്ന് മലയാളികൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആ അന്വേഷണ സംഘവും അതേ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചുമാണ് തുടരുന്നത് എന്നിരിക്കെ ഇതിനപ്പുറം ഒരു കണ്ടെത്തലൊന്നും പ്രതീക്ഷിക്കണ്ട. പക്ഷേ അതിലും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ദേവസ്വം മന്ത്രിയും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതോടെ വലിയ മാറ്റങ്ങൾ വരുമെന്ന് ഉറപ്പിക്കുകയാണ്. SITയിൽ വലിയ അതൃപ്തി ഞങ്ങൾക്കുണ്ടെന്നും എന്നാൽ അത് അത്ര പെട്ടെന്ന് അവരെ മാറ്റാൻ പറ്റില്ലെന്നും അറിയിച്ച കെ മുരളീധരൻ അതിനുള്ള നിയമോപദേശം തേടാനും തീരുമാനിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചും ദേവസ്വം മന്ത്രി മുരളീധരൻ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ ആഭ്യന്തരമന്ത്രിയുമായി കൂടിയാലോചിച്ച് അന്വേഷണം പ്രഖ്യാപിക്കുമെന്നാണ് ദേവസ്വം മന്ത്രിയായ കെ മുരളീധരൻ വ്യക്തമാക്കിയത്. രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും അല്ലെങ്കിൽ ആഭ്യന്തരവും ദേവസ്വവും കൈകോർത്ത് ദൈവത്തിൻ്റെ മുതൽ മോഷ്ടിച്ചവരെ പൂട്ടാൻ തീരുമാനിച്ച വിവരം വളരെ സന്തോഷത്തോടെയാണ് കേരളത്തിലെ ഭക്തജന സമൂഹം കേൾക്കുന്നത്. മുരളീധരൻ അതിശക്തമായ ചില തീരുമാനങ്ങളാണ് ഇതിലെടുത്തിരിക്കുന്നത്. അതായത് ഈ വിഷയം സർക്കാർ കൂടുതൽ ഗൗരവത്തോടെ ചർച്ച ചെയ്യുമെന്നും ഒരു കാരണവശാലും ക്ഷേത്രത്തിൻ്റെ സ്വത്ത് അപഹരിക്കാൻ പാടില്ല എന്നുമാണ് സർക്കാരിൻ്റെ തീരുമാനമെന്ന് അദ്ദേഹം ആദ്യം തന്നെ സൂചന നൽകിയിരിക്കുന്നു. അതുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്മേൽ അന്വേഷണം നടത്തും. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കണക്കുകളും സുതാര്യമായിരിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ ഫണ്ട് ഉൾപ്പെടെ സുതാര്യമായിരിക്കും. ആ കണക്കുകൾ ക്ഷേത്രം പുറത്തുവിട്ടിട്ടില്ല എങ്കിലും സർക്കാർ പുറത്തുവിടുമെന്നാണ് ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കാണാനില്ല എന്ന് പോലീസിന് പരാതി ലഭിച്ചു കഴിഞ്ഞു. ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കൾ കാണാനില്ല എന്നാണ് ADGP റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. എന്നാൽ ഒരു ADGPയുടെ റിപ്പോർട്ട് അടിസ്ഥാനരഹിതമാണെന്നാണ് ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി ഇപ്പോൾ പറയുന്നത്. തെറ്റായ റിപ്പോർട്ടാണ് ADGP സർക്കാരിന് നൽകിയത് എന്നും ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെടുമെന്നാണ് ഭാരവാഹികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് തന്നെയാണ് ശബരിമലയിലെയും കള്ളന്മാർ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീടാണ് ഒന്നിനു പിറകെ ഒന്നായി CPM നേതാക്കളടക്കം ഇങ്ങനെ അറസ്റ്റിലാകുന്നത്. അതുകൊണ്ടാണ് ശബരിമലയിലെയും കാര്യങ്ങൾ മന്ത്രി സൂചിപ്പിച്ചത്. നിലവിൽ ശബരിമലയിൽ നടക്കുന്ന അന്വേഷണത്തിൽ സർക്കാരിന് തൃപ്തിയില്ല. ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമായതിനാൽ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് ഇക്കാര്യത്തിൽ മുന്നോട്ടു നീങ്ങും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ ദിവസമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത്. കഴിഞ്ഞ 6-7 മാസങ്ങൾക്കിടയിൽ ശ്രീകോവിലിനുള്ളിലെ വൈരനാമം, അതുപോലെ ക്ഷേത്രത്തിലെ സ്വർണ്ണവിളക്ക്, 78 ഗ്രാം തൂക്കം വരുന്ന മറ്റ് സ്വർണം തുടങ്ങിയവയാണ് കാണാതായിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ മോഷണത്തിന് കവടിയാർ കൊട്ടാരത്തിലെ മോഷണവുമായി പങ്കുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. 2 മോഷണങ്ങളും നടന്നിരിക്കുന്നത് ഒരേ കാലയളവിലാണ്. അതും ഏകദേശം മോഷണത്തിൻ്റെ രൂപം മനസ്സിലായിട്ടുണ്ട്. അതായത് കളവ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി. പക്ഷേ അതിന് പിടിക്കാൻ പറ്റിയ ഒരു സർക്കാർ വരുമ്പോഴാണ് ഓരോന്നായി എല്ലാം പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദേവസ്വം മന്ത്രി ഇത് വളരെ വ്യക്തമായി പറഞ്ഞത്. കണക്ക് തരാൻ മനസ്സില്ല എങ്കിൽ അത് പുറത്തുവിടാനും കണ്ടെത്താനും അന്വേഷണം പ്രഖ്യാപിക്കാനും തങ്ങൾ നിർബന്ധിതരാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയത്. അങ്ങനെ ഇനി അമ്പലക്കള്ളന്മാർ ഇനി കൂടുതൽ ഇരിക്കണ്ട എന്ന വ്യക്തമായ സന്ദേശം മന്ത്രി നൽകുന്നത് അവരെ പൂട്ടാൻ തന്നെയാണ്. അതിന് ആഭ്യന്തര വകുപ്പിൻ്റെ കൂടി പിന്തുണ കിട്ടുന്നതോടെ കാര്യങ്ങൾ വളരെ ഭംഗിയായി നടക്കും. വിശ്വാസമുള്ള സർക്കാർ വരികയും വിശ്വാസികൾ തന്നെ മന്ത്രിമാരാകുകയും ചെയ്താൽ വിശ്വാസ സമൂഹത്തിന് അതൊരു പ്രതീക്ഷയാണ് നൽകുന്നത്.